ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ഔട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചേച്ചിനെയും കൂട്ടിയാണ് പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, മട്ടാഞ്ചേരി വൈപ്പിലൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് പോകാമെന്ന് കരുതി. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട് എത്താറായി. അങ്ങനെ ചേച്ചിനെയും കൂട്ടിയാണ് നമ്മൾ പോണത്. അവരപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ അവരെ വെച്ചുകൊണ്ട് പോയി. അപ്പോൾ അലോറക്ക് പിന്നെ ഇവരുള്ള കാരണം ഭയങ്കര സന്തോഷമാണ്. കാരണം അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടും അവരോടെ കളിച്ചും പിന്നെ നമ്മൾ പോണ വഴിക്ക് ബിസ്ക്കറ്റൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു. ആൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ മഴയുണ്ട്, ഞങ്ങൾ പുറത്ത് പോകൽ കുറവാണ്. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ്. പിള്ളേരെയും കൊണ്ട് നമ്മളിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് നല്ലതുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് മാനാട്ടുപറമ്പ് പള്ളിയിലാണ്. അപ്പോൾ അവിടെ പള്ളിയിൽ അങ്ങനെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി. അപ്പോൾ ജങ്കാറ് വഴി മട്ടാഞ്ചേരിയിലേക്ക് പോകാമെന്ന് ഓർത്തപ്പോൾ ഭയങ്കര തിരക്ക്, ഞായറാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര തിരക്ക്. പിന്നെ നമ്മൾ നേരെ വന്ന വഴി വല്ലാർപാടം പള്ളിയിലൊക്കെ കയറി. ഈ മാലാഖയുടെ കയ്യിൽ നിന്ന് ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം വരും കേട്ടോ. ആ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ അതൊക്കെ എടുത്ത് കുടിച്ചായിരുന്നു. ഇത്രയും വർഷം ഞാൻ അവിടെ പോയിട്ട് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാനങ്ങനെ കുടിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ കണ്ട് അമ്മ കാണിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച്. അപ്പോൾ നല്ല ക്ലൈമറ്റായിരുന്നു. ആദ്യം അങ്ങനെ വെയിലും ഇല്ല, എന്നാൽ ഇടയ്ക്ക് മാത്രം മഴ പെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ അവിടെ നിന്ന് പോന്നു. കുറച്ച് സമയം അവിടെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും പോന്നു. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഇനി മട്ടാഞ്ചേരി പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ റഹ്മാനിയ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന്. പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഓൾറെഡി ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ കയറാനായിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ അത്രയും സമയം പോലാന്ന് നമ്മൾ ഇപ്പുറത്തുള്ളൊരു ഹോട്ടലിൽ കയറി. പേര് എനിക്കറിയില്ല. അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിച്ച്. അപ്പോൾ അലോറക്കും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ അത് കാരണം ബിരിയാണീനെ മേടിച്ചെല്ലാവരും. അത്രക്കും വലിയ ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബോട്ടിന് പോകാൻ കരുതി മട്ടാഞ്ചേരിയിലേക്ക്. അപ്പോൾ അത് അവിടെ കുറേ പ്രാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അലോറയും മറ്റേ ജനയും കൂടി കളിച്ചൊക്കെ ഇരുന്നേച്ച് അങ്ങനെ ബോട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ബോട്ടിന് പോകാമെന്ന് കരുതി നടക്കണേന്. അപ്പോൾ ബോട്ട് വിടാറായിരുന്നു. അവർ കളിച്ചിരിക്കണ കാരണം വേഗം വിളിച്ച് കയറ്റിയതാണ്. അങ്ങനെ ബോട്ടിന് പോയി ഇറങ്ങി. അവിടുന്ന് നടക്കാവുന്ന ദൂരം ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ നടക്കാമെന്ന് കരുതി. റോഡൊന്നും അധികം തിരക്കൊന്നുമില്ല, സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ആ വഴി കൂടി നടക്കാമെന്ന് കരുതി. നല്ല രസമാണ് ആ വഴി കൂടി നടക്കാൻ. അല്ലാത്തപ്പോൾ നിറച്ച് വണ്ടികളായിരിക്കും. അപ്പോൾ ഇന്ന് നല്ല രസമുണ്ടായിരുന്നു നടക്കാനായിട്ട്. നമ്മൾ കുരിയച്ചൻ്റെ പള്ളിയിലെത്തിയപ്പോൾ എനിക്ക് വേളാങ്കണ്ണി വന്ന പോലത്തെ ഒരു ഫീലിംഗായിട്ടാണ് തോന്നിയത്. സാധാരണ ഞങ്ങൾ രാത്രിയാണ് പോകാറുള്ളത്, വെള്ളിയാഴ്ച ദിവസങ്ങൾ രാത്രിയാണ് പോകാറുള്ളത്. അപ്പോൾ മാലയ്ക്കേറ്റ് ചേച്ചിമാരും എന്നെ കാണുമ്പോൾ
വേളാങ്കണ്ണിയൊക്കെ പോലെ തോന്നി എനിക്ക്. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ പ്രാർത്ഥിച്ചിരുന്ന്. പിന്നെ ഇവർ പിള്ളേരകത്ത് പള്ളിക്കറി നിന്ന് കളിയൊക്കെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചും ബോട്ടിന് തന്നെ വരാമെന്ന് കരുതി. അപ്പോൾ വന്ന വഴിക്ക് വലിയ ഷിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ തിരിച്ചു വരാൻ നേരത്തും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോ വെച്ച് ബീച്ചിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. പിന്നെ മഴയുടെ ഒരു ഇത് കാരണം തിരിച്ചു പോകുന്നു. വന്ന വഴി നല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നെ വീടെത്തി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സൺഡേ ഔട്ടിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.